ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഗുണം, എന്നാൽ പാരൻസിൻ്റെ കെയർ വേണ്ടത് എന്നാണെന്നറിയാം. നമ്മൾ കുട്ടികളുണ്ടായി ഒരു വയസ്സാകുന്നതിന് മുമ്പ് കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കിടന്ന് ഒച്ച ഇരിക്കുമ്പോൾ നമ്മളെ വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങോട്ട് മാറാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് മാറാൻ സമ്മതിക്കില്ല, എപ്പോഴും എടുക്കണം. അപ്പം അതിന് തന്നെ പാരൻസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ടെക്നിക്ക് അനുസരിച്ച് മൊബൈൽ ഓണാക്കി അവർക്ക് ഗെയിം അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും പാട്ടും അപ്പോൾ അവർ കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് കാടിക്കളിച്ച് അപ്പോൾ നമ്മുടെ പണികൾ തീരും. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഓഫീസിൽ പോകാൻ ഒരുങ്ങനോ ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. കുട്ടികൾക്ക് അവിടെ 1-2 മണിക്കൂറാണ് പിള്ളേർക്ക് മൊബൈലുള്ളൂ. പലവട്ടം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഓരോ ഫങ്ഷനൊക്കെ നടക്കുമ്പോഴും ഒരു കുറേ വലിയ ക്രൗഡുള്ള സ്ഥലത്തൊക്കെ കാണിക്കണതാണ്. എന്നിട്ട് അമ്മമാർ വേറൊരു മൊബൈലെടുത്ത് അവരെന്തെങ്കിലുമൊക്കെ കാണും, അല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ ക്രൂരതയാണ് നമ്മൾ ഈ കുട്ടികളോട് കാണിക്കണമെന്നറിയോ? അവരുടെ കണ്ണിൻ്റെ ലെൻസും ബ്രെയിനിൻ്റെ ലെൻസുകളൊക്കെ സെല്ലുകളൊക്കെ വളരുന്ന പ്രായമാണ്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോൺ എന്ത് റേഡിയേഷൻ ആണെന്നറിയോ? എന്നിട്ട് കുട്ടികളിത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുക. കുട്ടികൾക്കറിയാമോ ഇതിൻ്റെ ദോഷം? അന്നേ കൊടുക്കുന്ന അമ്മമാർക്കും പേരൻസിനും ഒക്കെ അറിയില്ലേ? കുട്ടികൾക്ക് വളർന്നു വരും. നമ്മളൊരു 3 വയസ്സ് വരെയെങ്കിലും ഈ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കരുത്. നമ്മൾ കരയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും പേരൻസിൻ്റെ ഒരു ശീലമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് മൊബൈൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കും. അത് തുടക്കത്തിൽ ശീലിപ്പിച്ചുകൊണ്ട് അങ്ങനെ വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഒന്നും വെച്ച് കൊടുക്കണ്ട. കുട്ടികൾക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പാട്ട് പാടിയോ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇച്ചിരി സമയം ചിലവഴിക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. പുറത്തോട്ട് കാഴ്ച കാണിച്ചോ അല്ല എന്തെങ്കിലും കഥകൾ പറഞ്ഞോ തമാശ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടികളെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരാഴ്ച കഴിച്ച് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിള്ളേർ ആ രീതിക്ക് നിന്നോളും. നമ്മൾ ഈ ഇടയ്ക്ക് മൊബൈൽ കാണിക്കാനും TV കാണിക്കാനും നമുക്ക് പോകുമ്പോഴാണ് കുട്ടികൾ അത് ഇത് കാണിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ദേഷ്യം വരുന്നത്, ഒന്നേ കുട്ടികൾക്ക് ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനായിട്ടുള്ള ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അതനുസരിച്ച് അതുപോലെ ബാത്റൂമിൽ പോകാൻ ഇറിറ്റേഷൻ ചെയ്ത കുട്ടികൾ ഡയപ്പർ ഒന്ന് ചെക്ക് ചെയ്യണം. ഡയപ്പർ ഫുള്ളായിട്ടിരിക്കും, പിള്ളേർ വല്ലാണ്ട് ഇറിറ്റേഷൻ. ഇതൊക്കെ മാറ്റിയിട്ട് വേണം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ. അതുപോലെ കുട്ടികൾക്ക് ഒരു 3 വയസ്സിന് മുമ്പ് മൊബൈൽ കാണിക്കരുത്. നമ്മൾ TV ഒക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കാണിക്കാം കുട്ടികളുടെ. അതുപോലെ കുട്ടികൾ മൊബൈൽ ഇത്ര അടുത്തുള്ള കുട്ടികൾ മൊബൈൽ കാണുന്നത് കുട്ടികളുടെ പെട്ടെന്ന് കുട്ടികൾക്ക് കണ്ണട വെക്കേണ്ടി വരും. കുട്ടികൾ കണ്ണിൻ്റെ കോശങ്ങൾ വളർച്ച മുരടിച്ചു പോകും, വളരില്ല കറക്റ്റായിട്ട്. പിന്നെ കുട്ടികൾക്ക് അടുത്തുള്ള സാധനങ്ങൾ മാത്രമേ കാണുള്ളൂ, ഇച്ചിരി ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. സ്കൂളിലോട്ടൊക്കെ പോയി കൊടുക്കുമ്പോൾ ബോർഡിലെഴുതുന്ന കുട്ടികൾക്ക് കാണത്തില്ല. അപ്പോൾ കുട്ടികൾ പറയും, ടീച്ചർ വായിക്കാൻ പറയും, കുട്ടികൾ വായിക്കത്തില്ല. അപ്പോൾ 4-5 വയസ്സിലെ കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ അത് ആരുടെ തെറ്റാണ്? കുട്ടികളുടെ തെറ്റല്ല, പാരൻസിൻ്റെ തെറ്റാണ്. പാരൻസിന് അവരുടെ എളുപ്പപ്പണി കാണിക്കുന്നു, മൊബൈൽ വെച്ച് കൊടുക്കുന്നു. അല്ലെങ്കിൽ TV ആണ് അരമണിക്കൂർ കൊടുക്കേണ്ട കുട്ടിക്ക് ഒരു 2.5-3 മണിക്കൂർ TV ഓണാക്കി വെച്ച് കൊടുക്കുന്നു. കുട്ടികൾക്കറിയോ ഇതിൻ്റെ ദോഷവശങ്ങൾ? പാരൻസിന് അറിയാമല്ലോ. നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ ചീത്തയാക്കുന്ന ഒരു 60%. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ബ്രെയിനിൻ്റെ സെൽസുകളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നല്ലൊരു കുട്ടിയായിട്ട് വരും. വലുതാകുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹൈപ്പർ ആക്ടിവിറ്റിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും. കണ്ണിന് നേരത്തെ കണ്ണട വെക്കാതിരിക്കാൻ പറ്റും. ഒരു ഏജ് ആകുമ്പം കണ്ണട വെക്കും, അതെല്ലാവരും വെക്കും. അതിനു മുമ്പ് വരെ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒന്നും കുട്ടികൾക്ക് വരാതിരിക്കും. നമ്മളുടെ കെയറിങ് വേണം കുട്ടികൾക്ക്. കുറേയൊക്കെ മൊബൈൽ കൊടുക്കരുത് പിള്ളേർക്ക്. ഒരു 3 വയസ്സ് വരെ നിങ്ങൾ ഒട്ടും കൊടുക്കരുത്. അഥവാ അത്ര വാശി പിടിച്ച് കുട്ടികൾ ഒരു 2 വയസ്സ് കഴിഞ്ഞ കുട്ടി ഇച്ചിരി വാശി പിടിച്ചിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് കൊടുക്കാവുള്ളൂ. അത് കഴിഞ്ഞ് മാറ്റിക്കണം. അങ്ങനെ ഒരു ശീലമാക്കി വെച്ചേക്കണം. നമ്മുടെ കുട്ടികൾ പിന്നെ വലുതാകുമ്പോൾ പല അസുഖങ്ങളും വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ കൊടുക്കേണ്ട കെയർ കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കൊടുക്കണം. കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടാൻ നമ്മൾ ഇലക്കറികൾ കൊടുക്കണം, വൈറ്റമിൻ A അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. അതുപോലെ ബ്രെയിൻ നല്ല സെൽസുകൾക്ക് നല്ലതായിട്ട് വളരണമെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കുട്ടികളെ വളർത്തുക. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ വരെ എല്ലാവർക്കും ഒന്നുകൊണ്ട് ശുഭദിനം നേരുന്നു. താങ്ക് യു.